ഞാനില്ലേ ഒരു ഫെമിനിസ്റ്റ് ഒന്നല്ല. ചെറുപ്പം മുതൽ കുറച്ച് ഇക്വാലിറ്റി ഒക്കെ ആഗ്രഹിക്കാറുണ്ടെന്നേ ഉള്ളൂ. ഇക്വാലിറ്റി കാണുമ്പം എനിക്ക് ഭയങ്കര ഫെമിനിസ്റ്റ് തോട്ട്സ് വരും. പേഴ്സണൽ അറ്റാക്ക് ഒന്നല്ല കേട്ടോ, ജനറൽ ആയി കാണുന്ന കാര്യങ്ങൾ പറയും. കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലായിടത്തും ഞാൻ ആദ്യം കേൾക്കുന്നത്, അവൻ ആൺകുട്ടിയല്ല, അവന് കുറച്ചേരൊക്കെ ഉറങ്ങാം. പക്ഷെ നിങ്ങൾ പെൺകുട്ടികളല്ലേ രാവിലെ എണീറ്റ് വരണ്ടേ, അല്ലെങ്കിൽ അസമയത്ത് അവർ ഉറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല, അവൻ ജോലിയിൽ ക്ഷീണിച്ച് ഉറങ്ങുകയല്ലേ. പക്ഷെ ഗസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഇറങ്ങി വരണം. ഇതൊന്നും പറയാനിട്ടോ ഒരു അമ്മയൊക്കെ ഞങ്ങൾക്ക് പറയേ വേണ്ട. എല്ലാ അമ്മമാരും ചെറുപ്പം മുതൽ നന്നായി അവരുടെ കുട്ടികളെ നോക്കുന്നതായിരിക്കും. പക്ഷേ ഹെൽപ്ഫുൾ ആയ കുറേ ഫാദേഴ്സും ഉണ്ട്. അവരവരുടെ കുട്ടികളെ നന്നായി നോക്കുക, ഭക്ഷണം കൊടുക്കുക, ഡയപ്പർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഉറക്കാൻ സഹായിക്കുക. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മദർ ഇൻ ലോസ് അപ്പം തന്നെ എന്താ പറയുക, പാവന്റെ മോൻ എന്തുമാതിരിയാ കുട്ടിയെ നോക്കുന്നത്. ഇതേ നോട്ടം തന്നെ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ നോക്കുന്നത് ആ കുട്ടികളെ. അപ്പം ആരും അത് കാണാറില്ലല്ലോ. ഒരു ദിവസം ആ കുട്ടിക്ക് വേണ്ടി അവരൊന്ന് ഉറക്കൊഴിച്ചാൽ എന്താ പറയും, പാവന്റെ മോൻ രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടേ ഇല്ല, അവന്റെ കണ്ണൊക്കെ കണ്ട് നമ്മുടെ കണ്ണിന്റെ അടി ഏതാ കൃഷ്ണമണി ഏതാന്ന് പോലും അറിയാതായിട്ടുണ്ട്. ഉറക്കൊഴിച്ച് അതാരെങ്കിലും കാണുന്നുണ്ട്? ഇല്ല. ഈ വർക്കിംഗ് മദേഴ്സ് ആണെങ്കിൽ അവരോട് എന്താ പറയാ, അവർക്ക് തന്നെ എവിടെയാ സമയം കുട്ടികളെ നോക്കാൻ, അവള് ഫുൾ ടൈം ജോലിയല്ലേ. അതേസമയം ജോലി കഴിഞ്ഞ് വരുന്ന ഫാദേഴ്സ് എന്തെങ്കിലും ചെറുതായി ഒന്ന് ചെയ്തു കഴിഞ്ഞു എന്തൊരു അപ്രീസിയേഷൻ അവർക്ക്. ഈ വർക്ക് ചെയ്യാത്ത മദേഴ്സ് ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അവർ ചെയ്യുന്ന ഒരു ജോലിക്കും ഒരു വിലയില്ല. അവർ പിന്നെ വീട്ടിൽ ഇരുന്ന് റാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫാദേഴ്സ് ആക്ച്വലി അവരുടെ കുട്ടികളെ നോക്കുമ്പോൾ അവർ ഭാര്യമാരെ സഹായിക്കുന്നില്ലല്ലോ, അവരൊരു പേരുണ്ടാവുകയാണ്, അവരുടെ കടമ ചെയ്യുകയാണ്. അതെന്തായാലും മനസ്സിലാക്കാത്ത അതെന്താ മദേഴ്സിന് മാത്രം ഉള്ളതാണ് ഈ കുട്ടികൾ. ഏ മേരെ ദേശവാസിയോ, പറ പോലോ ടെൽ ഇതെവിടെ തന്നെയായ